ബംഗ്ലാദേശിൽ കലാപം അടങ്ങിയിട്ടില്ല. കൊള്ളിവെപ്പും വ്യാപകമായി തന്നെ തുടരുകയാണ്. അതേസമയം പാർലമെന്റ് പിരിച്ചുവിട്ടു. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. എവിടെയായിരിക്കും രാഷ്ട്രീയാഭയം തേടുക എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം പെട്രോപോളിലെ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യ അടച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രതയാണ് ഈ മേഖലയിലടക്കം തുടരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൃഷ്ണേന്ദു ആണ് ചേരുന്നത്. കൃഷ്ണേന്ദു, കഴിഞ്ഞ ദിവസം തന്നെ സൈനിക നേതാവ് വ്യക്തമാക്കിയതാണ് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന്. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസിന് ഇടക്കാല സർക്കാരിനെ നയിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണല്ലോ വിദ്യാർത്ഥികളുടെ ആവശ്യം. ഏത് തരത്തിൽ ഉള്ള നീക്കങ്ങൾ ആണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത്? അഭിലാഷ്, ഒരു ഇന്ററിം ഗവൺമെന്റിന്റെ സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഇന്ററിം ഗവൺമെന്റ്, അതായത് സൈന്യത്തിന്റെ ജനറൽ ചീഫായ വക്കറുസ് റഹ്മാന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഇന്ററിം ഗവൺമെന്റ് രൂപീകരിക്കാനാണ് സാധ്യത. ഈ ഗവൺമെന്റിൽ നേരത്തെയുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസിനും അതുപോലെ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്വം ഒരുപോലെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു കലാപത്തിന്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 10 മണി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺഡേ അതായത് ഞായറാഴ്ച തൊട്ട് മുന്നത്തെ ദിവസം ഒരു വലിയ രീതിയിലുള്ള കലാപം നടക്കുകയും ഏകദേശം 100ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതിൽ 14 പോലീസുകാരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ ഏകദേശം 10 മണിയോടുകൂടി കലാപക്കാർ, അതായത് ഈ പ്രതിഷേധക്കാർ ധാക്കയിൽ ഒത്തുകൂടുകയായിരുന്നു. ഒത്തുകൂടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഹൈവേയും മറ്റ് റോഡുകളും ഉപരോധിച്ച് ധാക്കയിലേക്ക് നീങ്ങിയത്. ഇവർ ഏകദേശം 11:30 പോലീസുകാരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ആദ്യം ഇവർ പോലീസുകാരുമായി ഏറ്റുമുട്ടി. പോലീസുകാർ വെടിയുതിർത്തു. ഈ ഒരു പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. 6 പേർ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം 12 മണിയോടുകൂടി ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചു. അതായത് ഗവൺമെന്റ് ഇടപെട്ടാണ് ഈ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചത്. അതായത് ഇതിനു മുന്നേ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നെങ്കിലും അത് സൈന്യത്തിന്റെ ഇടപെടലിലായിരുന്നു. ഇന്നലെ 12 മണിയോടുകൂടി ഗവൺമെന്റിന്റെ ഇടപെടലോടുകൂടി ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചു. ശേഷം 1 മണിക്ക് അവാമി ലീഗിന്റെ സ്റ്റുഡന്റ് സംഘടനയായ ഛാത്ര ലീഗ്, ഇവരും തീർച്ചയായും അവാമി ലീഗ് ആയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കൃഷ്ണേന്ദു സൂചിപ്പിക്കുന്നത് പോലെ ഈ അവാമി ലീഗ് പ്രവർത്തകർ, അവരുടെ പോഷക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെയായുള്ള ഏറ്റുമുട്ടലാണ് ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയായിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൃഷ്ണേന്ദു, ഇപ്പോഴും ഇന്ത്യ ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യലായുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നറിയുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ആശയവിനിമയം നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള ആശയവിനിമയം. അങ്ങനെ രാജ്യം അതീവ ഗൗരവത്തോടെയാണല്ലോ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കൃഷ്ണേന്ദു, ഈ ഇന്ത്യയിൽ തുടരുകയാണിപ്പോൾ ഷെയ്ഖ് ഹസീന. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് രാജ്യം ഈ കലാപത്തെ നോക്കിക്കാണുന്നത്, രാഷ്ട്രീയ സാഹചര്യത്തെ? തീർച്ചയായും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അതായത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് ഹസീനയുടെ പിതാവായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, ഇദ്ദേഹവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ആ കാലം മുതലുള്ള ബന്ധമാണ് ഇന്ത്യയുമായിട്ടുള്ളത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇന്ത്യക്ക് വെല്ലുവിളികൾ നിരവധിയാണ്. വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ കുടിയേറ്റം, അതായത് ബോർഡറിൽ ഇപ്പോൾ BSF സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുടിയേറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താനാവാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആക്രമിക്കാനുള്ള സാധ്യതയും അതായത് ഒരു 10%, അവരുടെ ജനസംഖ്യയിൽ ഒരു 10% വരുന്ന ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുടെ ഒരു കുടിയേറ്റം ഇന്ത്യ ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ്. അതേ സമയത്ത് ആളുകളുടെ ഗുഡ്വിൽ എന്നുള്ളതും ഒരു പ്രതിസന്ധിയായിട്ട് തുടരുകയാണ്. അഭിലാഷ്, ബംഗ്ലാദേശിൽ ഇപ്പോഴും തീ അണയുന്നില്ല. വലിയ പ്രതിഷേധമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് സൈനിക ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. നൊബേൽ പുരസ്കാര ജേതാവാണ്. അങ്ങനെ മുഹമ്മദ് യൂനിസിനെ ആയിരിക്കണം ഇടക്കാല സർക്കാരിനെ നയിക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്ന ആവശ്യം വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ നാഷണലിസ്റ്റ്
ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ എന്ത് നിലപാടായിരിക്കും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ബംഗ്ലാദേശ് ജമാഅത്തി ഇസ്ലാമി പാർട്ടി അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ സ്വീകരിക്കുക എന്നതൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സൈന്യത്തിൻ്റെയും പ്രസിഡന്റിൻ്റെയും ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങളാണിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാജ്യം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ തന്നെ പെട്രോപോളിലെ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യ അടച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി ജയശങ്കർ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ആശയവിനിമയം നടത്തി. ഇന്ന് ഇത് വിശദമായി ചർച്ച ചെയ്യുന്നതിന് 10 മണിക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്യും. കൃഷ്ണേന്ദു സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. 5 പതിറ്റാണ്ടിന് മുമ്പ് ഹസീനയുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ഇന്ത്യയായിരുന്നു അഭയം നൽകുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യയിലായിരിക്കുമോ മറ്റു രാജ്യങ്ങളിലേക്ക് ഷെയ്ഖ് ഹസീന പുറപ്പെടുമോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്.